എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഹോട്ടൽ പഞ്ചവടിയുടെ മാനേജർ. അറിയാം, നമ്മളൊന്ന് ഹോട്ടൽ വെച്ച് കണ്ടായിരുന്നല്ലോ. അതെ, എമിലിയുടെയും മാലിന്യയുടെയും മത്സര നൃത്തത്തിന്റെ അന്ന്. അതെ, നിങ്ങളല്ലേ അന്ന് ചന്ദ്രന്റെ മൗത്തോർഗൻ എടുത്ത് തന്നത്? യെസ്. കഴിഞ്ഞ തവണ ഹോട്ടലിൽ നടന്ന സംഭവം അറിഞ്ഞിരിക്കുമല്ലോ, ഈ എമിലിയുടെ കൊലപാതകം. അറിഞ്ഞു. പറയാൻ വളരെ പ്രയാസമുണ്ട്. എങ്കിലും മിസ് നളിനിയെ സഹായിക്കേണ്ടത് എന്തോ എന്റെ കടമയാണെന്ന് തോന്നുന്നു. എനിക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ. എമിലിയെ കൊന്നത് ചന്ദ്രനാണ്. ഞെട്ടിപ്പോയല്ലേ? ഈ മൗത്ത് ഓർഗൻ ഏതാണെന്നറിയാം? ചന്ദ്രന്റേതാണ്. എമിലിയുടെ മൃതദേഹത്തിനടുത്ത് നിന്ന് കിട്ടിയതാണ്. ഇതിൽ കൂടുതൽ തെളിവുകൾ ആവശ്യമില്ലല്ലോ. ഞാനിത് പോലീസിൽ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഇവിടെ ഒരു വാക്ക് ചോദിക്കാമെന്ന് കരുതി വന്നതാണ്. അയ്യോ മിസ്റ്റർ കുമാർ, ദയവ് ചെയ്ത് പോലീസിൽ ഏൽപ്പിക്കരുത് പ്ലീസ്. അതിങ്ങ് തരൂ. അതിനാണല്ലോ ഞാൻ വന്നത്. അതിനെന്ത് പ്രതിഫലം വേണമെങ്കിലും ഞാൻ തരാം കുമാർ, പ്ലീസ് കുമാർ. 25,000 രൂപ തരണം. 25,000 രൂപയോ? അതെ. എന്തൊക്കെയാണ് നളിനി വിശേഷങ്ങൾ? വിശേഷങ്ങൾ ഒന്നുമില്ല. മുഖമെന്താ വിളറി? എനിക്ക് വല്ലാത്തൊരു തലവേദന. മനസ്സസ്വസ്ഥം എന്നർത്ഥം. അല്ല, ചന്ദ്രൻ സുഖമില്ല കിടക്കുകയല്ലേ, അതുകൊണ്ട് നളിനിക്ക് മനസ്സുഖം കാണുകയില്ലല്ലോ. അതെ അതെ, ശരിയാണ്. ചന്ദ്രൻ എങ്ങനെ ഇരിക്കുന്നു? ചേട്ടൻ ഉറങ്ങിയാണ്. ശരി, ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കരുത്, പോയി വിശ്രമിക്കുക. ചന്ദ്രൻ ഉണർന്ന ഉടനെ എനിക്ക് ഫോൺ ചെയ്യും. ശരി ശരി. ആകെ ഭയന്നു. ഞാനും. നിങ്ങൾ ചോദിച്ച 25,000 രൂപ ഞാൻ തരാം. പക്ഷെ ഇപ്പോൾ കൈവശമില്ല. ബാങ്കിൽ നിന്ന് എടുത്തു തരാം. ഞാൻ രൂപ ഹോട്ടലിൽ കൊണ്ടുവന്ന് തരാം. പ്ലീസ്, ഇനി ഇതുമായി ഇങ്ങോട്ട് വരണ്ട. വന്നാൽ പല ആപത്തും ഉണ്ടാവും. ശരിയാണ്. ഇന്ന് എന്നെ കൊണ്ടുവരുമോ? കൃത്യം 3 മണിക്ക് കൊണ്ടുവരാം. ഞാൻ ഹോട്ടലിൽ കാത്തിരിക്കും. ശരി, ഓക്കെ. അങ്ങനെ മാനേജർ കുമാർ ഇന്ന് 25,000 രൂപ ഉണ്ടാക്കാൻ പോവുകയാണ്. നാളെ കാശ് ഉണ്ടാക്കട്ടെ സാർ. നമുക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ചെയ്ത് കൊടുക്കാം. എന്താ എങ്ങനെ ഞാൻ വന്നിട്ടുണ്ടെന്ന് ആ ഹോണടി കേട്ടാൽ അറിഞ്ഞുകൂടെ? അപ്പൊ ആറടി ഓർമ്മയുണ്ട്. ഗുഡ്. പിന്നെ ഇന്ന് ഒരു ദിവസത്തേക്ക് ഒന്ന് അവധി എടുക്കും. എന്തിനാ? ഹോട്ടലിൽ ഞാൻ ഒരു മുറി എടുത്തിട്ടുണ്ട്. നമുക്ക് രണ്ടും കൂടെ അവിടുന്ന് കൂടണം. അയ്യോ, ഞാനില്ല. അമ്മാവൻ അറിഞ്ഞാൽ. അപ്പൊ അമ്മാവനെ അറിയുന്നതിനേ ഉള്ളൂ. 4 പേരറിയേ എന്തെങ്കിലും ഒന്ന് ചെയ്യാതെ ഞാൻ വരില്ല. ചെയ്യുന്നത് 4 പേരറിയണം. എന്റെ പൊന്ന് ലീലാമണി, ഇത് കാര്യം ഔദ്യോഗികമാണ്. ഇങ്ങോട്ട് വാ. ഗുഡ് മോർണിംഗ്. നമസ്കാരം. നമസ്കാരം. ഇരിക്കണം. നമസ്കാരം. എന്ത് വേണം? ഞങ്ങൾ കൂർഗ്. ഞങ്ങളുടെ കയ്യിൽ കുറെ പണമുണ്ട്. അത് നിങ്ങളുടെ ബാങ്കിൽ അക്കൗണ്ടില് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇടാം. വളരെ സന്തോഷം. ഞങ്ങൾക്ക് കൂർഗിലും ബ്രാഞ്ച് ഉണ്ട്. അറിയാം അറിയാം. ചോട്ടാ ബാങ്ക്. എന്ത് തുക വരും? വലിയ തുകയാണ്. ആരുടെ പേരിലാണ് ഇടേണ്ടത്? ನಮ್ಮ ಬ್ಯಾಂಕ್ ಅಕೌಂಟ್ ನಿನ್ನ ಹಸಿದಿಲ್ಲೇನ ಹಾಕೋಣವೆ? ಬೇಡ ಬೇಡ, ನಮ್ಮ ಮಗಳ ಹೆಸರಿನಲ್ಲೇ ಹಾಕೋಣ. ಬೇಡ ಬೇಡ, ഞങ്ങളുടെ മകളുടെ പേരിൽ ആക്കണം. പണം എടുത്ത് വെച്ചിട്ടുണ്ടോ സാർ? ഫോൺ കിട്ടിയപ്പോഴേ 25,000 രൂപ എടുത്ത് വെച്ചിട്ടുണ്ട്. കാഷ്യറോട് വാങ്ങിക്കണം. താങ്ക് യു. അപ്പോൾ ആരുടെ പേരിലാണ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്? ಅಯ್ಯೋ ಇದೇನು ಹೆಂಗಸರು ಹಣ ತೆಗೆದುಕೊಂಡು ಹೋಗುವ ಬ್ಯಾಂಕಿನಲ್ಲಿ ನಮ್ಮ ಅಕೌಂಟ್ ಬೇಡ. ಅದೇ
ഇവിടെയുള്ള എല്ലാ പണവും എടുത്ത് പെണ്ണുങ്ങൾക്ക് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടെ അക്കൗണ്ട് വേണ്ടാന്ന് ഭാര്യ ബെഡ ബെഡ. അയ്യോ അത് അവരിട്ടിരുന്ന പണമാണ്. അച്ഛാ വേണ്ടെങ്കിൽ വേണ്ട, വാ, പോവാ. എനിക്ക് പേടിയാവുന്നു. എന്തിനാ? എനിക്ക് തെലുങ്ക് അറിയില്ല. ഇത് എനിക്കറിയാമോ? ഇത് അത് വളരെ ഈസി അല്ലേ? ആര് ചോദിച്ചാലും ഒന്നു എന്ന് പറഞ്ഞാൽ മതി. എന്തോന്നു? ഒന്നു എന്ന് പറയാൻ കേൾക്കട്ടെ. ഒത്തു. ഒത്തൊന്നല്ല, ഒന്നു. ഒത്തു. ആ അത് തന്നെ. നാക്കകത്തോട്ടിട്ട് ഒന്ന് കറക്റ്റിന് എടുത്താൽ മതി. ശരി. ఏమండి మంచి బాత్రూమ్ కావాలి. వాట్? సారీ మంచి డబుల్ రూమ్ కావాలి. ఎయిర్ కండిషన్ రూమ్ మేడం. ఏమే ఎయిర్ కండిషన్ కావాలి. ఒత్తు. టెలిఫోన్ రూమ్ మేడం. ఏమో టెలిఫోన్ రూమ్ కావాలి. ఒత్తు. టాప్ ఫ్లోర్ అన్నా సెకండ్ ఫ్లోర్? పైన రూమ్ కావాలి, కింద రూమ్ కావాలి. ఓందు. మేనేజర్ Yes. మంచి రూమ్ చావి ఇవ్వండి. బాయ్. അമ്മേ, അകങ്കാരം. 25,000 രൂപ ബാങ്കിൽ നിന്ന് എടുത്തോണ്ട് പോയിട്ടുണ്ട് സാർ. നിങ്ങളെ കണ്ടിട്ട് ആർക്കും സംശയം തോന്നിയില്ലല്ലോ? ആളെ മനസ്സിലായിട്ട് വേണ്ടേ സംശയം തോന്നുന്നത്. വെരി ഗുഡ്. നീലേ, നിനക്ക് ഈ വേഷം വളരെ യോജിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ വല്ലതും പറയും കേട്ടോ. నేను ഒന്ന് കുളിച്ചിട്ട് വస్తాను. ഒത്തു. മലയാളിയല്ലേ? ഒത്തു. വേല ഇറക്കാതെ ഈ റെഡ്ഡി എവിടെ തപ്പിക്കൊണ്ടു വന്നു? ഒത്തു. ഹസ്ബൻഡ്. അത് മനസ്സിരിക്കട്ടെ. ഈ റെഡ്ഡി പോയതിന് ശേഷേ നമുക്ക് 34 നമ്പർ റൂമിലൊന്ന് പോകണം. ഒരു ഗുണമുള്ള കാര്യ. അവിടെ ഒരു കുഴലിരിപ്പുണ്ട്. കുഴൽ പണം ഉഗാണ്ടയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഞാൻ പിന്നെ വരാം. സോപ്പിയുണ്ട്. മാങ്ങേണ്ടി ആ വെയിറ്റർ ഒന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാമോ? എടി, അവനെ കൊണ്ട് ഇത് പറയിക്കാനല്ലായിരുന്നു നമ്മുടെ ഈ ശ്രമമൊക്കെ. എടി മടസുന്ദരി, നീ പേടിച്ചു പോയോ? അവനെ ഒന്ന് ആവാഹിച്ചെടുക്കാൻ ശ്രമിക്കേ. എന്നാ നമ്മൾ വിജയിച്ചു. പിന്നെ സാംസൺ ആൻഡ് ലീല ചരിത്രം സൃഷ്ടിക്കും കേട്ടാ. അയ്യോ അയ്യോ. നാഗവള്ളി റെഡ്ഡി സ്പീക്കിംഗ്. ആര്? നാഗപള്ളിയിൽ റെഡ്ഡിയോ? സോറി സാർ, സാം സ്പീക്കിംഗ്. സാം, വാട്ട്സ് മാറ്റർ? സാർ എല്ലാം റെഡി. സാർ വന്നാൽ മാത്രം മതി. റൂം നമ്പർ 23. വെരി ഗുഡ്, ഐ എം കമ്മിങ് ദേർ. ഞാൻ ദാ വരുന്നു. യേശുള്ളേ, ഞാൻ ഹോട്ടലിലേക്ക് പോവുകയാണ്. എല്ലാം ഭദ്രം. ഗുഡ് ഈവനിങ് സാർ. യെസ്, ഗുഡ് ഈവനിങ്. Come on. ഞാൻ എന്നെ നോക്കുന്നില്ല. ഞാൻ എന്റെ വാക്ക് പാലിച്ചു. തരാമെന്ന് പറഞ്ഞ് തുക തന്നു. ഇനി ആ മൗത്ത് ഓർഗനിങ് തിരിച്ചു തരൂ. തരാം. ഇങ്ങനെ ധൃതി പിടിച്ചാലോ? ദയവ് ചെയ്ത് വേഗം തരൂ. ഞാൻ പോട്ടെ. നളിനി, സ്വല്പം കൂടി നന്ദി കാണിക്കണം. സ്വന്തം സഹോദരനെ
ഞാൻ കൊലമരത്തിൽ നിന്ന് രക്ഷിക്കുകയാണ്. കുമാർ, നളിനി, കുമാർ, ഈ മുറിയിൽ ആരുമില്ല. നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. നളിനി, ചന്ദ്രനെ കാണാൻ അനുവദിക്കാതെ അച്ഛനെന്നെ പറഞ്ഞയച്ചപ്പോഴേ എനിക്ക് സംശയം തോന്നി. ആ അച്ഛന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യുമായിരുന്നു. നിങ്ങളുടെ സംസാരമെല്ലാം ഞാൻ ഒളിഞ്ഞു നിന്ന് കേട്ടു. പക്ഷെ ചന്ദ്രൻ ഒരിക്കലും ഈ കൃത്യം ചെയ്യില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഏതായാലും അന്നു മുതൽ ഈ വീട് ഞാൻ വാച്ച് ചെയ്തു തുടങ്ങി. അങ്ങനെയാണ് മാനേജറുടെ വരവിനെ പറ്റി എനിക്ക് മനസ്സിലായത്. ഈ ഉപകരണത്തിന്റെ സഹായത്തോടു കൂടി നിങ്ങളും മാനേജറും തമ്മിൽ നടത്തിയ സംഭാഷണം ഞാൻ എന്റെ ജീപ്പിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. മാനേജരാണോ കൊലപാതകം ചെയ്തത്? തീർച്ചയായുമല്ല. ഏതോ വിദഗ്ധമായ ഒരു കൈ ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. അതാരാണെന്ന് കണ്ടുപിടിക്കുന്നവരെ മാനേജർ അറസ്റ്റ് ചെയ്യുന്നത് ബുദ്ധിയല്ല. എങ്കിലും ആ ദുഷ്ടൻ എന്നോട് ഇങ്ങനെയെല്ലാം ചെയ്തല്ലോ. ക്ഷമിക്കണം നളിനി, ഞാൻ അവിടെ വരാൻ ഒരു മിനിറ്റ് താമസിച്ചു പോയി. ആ വെയിറ്റിന്റെ ഡ്രസ് അഴിച്ചെടുത്തിട്ട് ഞാൻ അണിയാൻ കൂടെ താമസം നേരിട്ടു. അതുകൊണ്ടാണ്. നളിനി, കഴിഞ്ഞതെല്ലാം മറക്കൂ. നളിനി അന്ന് അച്ഛനോട് പറഞ്ഞ ആ വാചകം ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. എല്ലാം തുറന്നു പറഞ്ഞ് ഞാൻ അദ്ദേഹത്തോട് മാപ്പ് ചോദിക്കും. അങ്ങേ ഭീഷണിപ്പെടുത്താനുള്ള കഴിവ് എനിക്കില്ല സാർ. എമിലിയുടെ കൊലപാതകവും ഞാനുമായി യാതൊരു ബന്ധവുമില്ല. ഉണ്ട് സാർ. ഇത്ര ഒച്ചത്തിൽ കോടതിയുടെ മുമ്പിൽ സാറിന് അലറാൻ പറ്റേ? കോടതി? ഒരു കോടതിക്ക് എന്നെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല. അങ്ങ് ഇങ്ങനെ ക്ഷോഭിക്കരുത്. തെളിവുണ്ട് സാർ. തെളിവോ? എന്ത് തെളിവ്? എന്ത് തെളിവ്? ഒരു നിമിഷം. എമിലി, നീ ജീവിച്ചിരിക്കുന്നത് എനിക്കൊട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. നിനക്കിനി 6 മണിക്കൂർ സമയം കൂടി ഞാൻ തരുന്നു. അതിനുള്ളിൽ നീ സത്യം പറഞ്ഞില്ലെങ്കിൽ അവ നിന്റെ അവസാനത്തെ മണിക്കൂറുകളായിരിക്കും. അങ്ങനെ 6 മണിക്കൂറിനുള്ളിൽ ആ കൊലപാതകം നടന്നു. വേണ്ട സാർ, ഞാനത് പ്രതീക്ഷിച്ചിട്ടാണ് വന്നത്. ഈ ടേപ്പിന്റെ മറ്റൊരു കാപ്പി രഹസ്യമായി ഞാൻ വേറെ ആളെ ഏൽപ്പിച്ചിട്ടാണ് വന്നത്. എനിക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ ഉടനെ അത് പോലീസിൽ ഏൽപ്പിക്കാനും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. മിസ്റ്റർ കുമാർ, ഐ ആം സോറി. നമുക്കൊരു ധാരണയിലെത്താം പ്ലീസ്. അതിനാണല്ലോ ഞാൻ വന്നത്. അവിടെ നിന്നൊരു പൈസ പോലും എനിക്ക് തരണ്ട. പിന്നെ നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അത് ബിസിൻ. കൂടുതലൊന്നും വേണ്ട. ഹോട്ടൽ പഞ്ചവടി എന്റെ പേർക്ക് എഴുതി തരണം. ഹോട്ടലോ? യെസ് സാർ. ഈ നിസ്സാരമായ പ്രതിഫലം മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ. ഓക്കെ മിസ്റ്റർ കുമാർ, ഓക്കെ. നമുക്ക് എന്നും സ്നേഹിതന്മാരായിരിക്കാം. ഈ കാര്യം ആരോടും പറയരുത് പ്ലീസ്. ഞാൻ താമസിയാതെ തന്നെ ഹോട്ടലിന്റെ ആധാരം എഴുതി തരാം. സാർ എമിലിയോട് പറഞ്ഞതുപോലെ ഞാൻ മണിക്കൂർ കണക്കുകളൊന്നും പറയുന്നില്ല. കഴിയുന്നതും വേഗം വേണം. ഇത്തോളെ. താങ്ക് യു. ഈ മൗത്ത് ഓർഗൻ എങ്ങനെ മാനേജറുടെ കയ്യിൽ വന്നു എന്നാണ് അറിയേണ്ടത്. സാർ, അത് ഡ്യൂപ്ലിക്കേറ്റ് ആണോ നോക്കണം. നോ. നളിനി സത്യമെല്ലാം തുറന്നു പറഞ്ഞു. നളിനിയുടെ അച്ഛന്റെ നിർബന്ധം മൂലമാണ് ചന്ദ്രന്റെ വരം അവർ ഒളിച്ചു വെച്ചത്. ചന്ദ്രൻ ഈ കൊലപാതകവുമായിട്ട് യാതൊരു ബന്ധവുമില്ലെന്നുള്ളതാണ് എന്റെ വിശ്വാസം. നമുക്ക് ആ യമിനിയുടെ കുഞ്ഞിനെ കോൺവെന്റിൽ നിന്ന് കൊണ്ടുവന്ന് ചന്ദ്രന്റെ റൂമിൽ വിടാം. ചന്ദ്രനിലുണ്ടാകുന്ന പ്രതികരണം എന്താണെന്ന് വാച്ച് ചെയ്യാം. ഫൈൻ ഐഡിയ. പാവം കുഞ്ഞ്, അമ്മ മരിച്ച വിവരം ഇതുവരെ അതിനറിയില്ല. അതൊക്കെയാണ് ഫേറ്റ് എന്ന് പറയുന്നത്, വിധി. കേശുള്ളേ, നിങ്ങളും വിശാലവും കോൺവെന്റിൽ പോയി ആ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരും. ഇപ്പൊ കൊണ്ടുവരാം. ഗുഡ് മോർണിംഗ് മദർ. നമസ്കാരം. ആരെ കാണണം? ഞങ്ങൾക്ക് വല്യമ്മയെ കാണണം. വല്യമ്മ? ഓ, മദർ സുപ്പീരിയർ. നോ. മിസ്സസ് യെസ്. ക്ലാസ് സമയമാണ്. നേരെ മഠത്തിലോട്ട് ചെന്നാട്ടെ. കുട്ടിയുടെ പേരെന്തോന്നാണെന്നാ പറഞ്ഞേ? ജെയിൻ. ഞങ്ങൾക്ക് ജയിനെ കാണണം. ഇവിടെ 4-5 ജയിനുണ്ടല്ലോ.
അതിലേത് ജയിനാ കാണണ്ടേ? ഇവിടെ ഉള്ളത് ഏതെല്ലാം ജൈനന്മാരാണ്? ബേബി ക്ലാസ്സിൽ ഒരു ജയിനുണ്ട്, 4-ാം ക്ലാസ്സിൽ 2 ജയിനുണ്ട്, 7-ാം ക്ലാസ്സിൽ ഒരു ജയിനുണ്ട്, 10-ാം ക്ലാസ്സിൽ ഒരു ജയിനുണ്ട്. ഇതിലേത് ജയിനാ വേണ്ടേ? വലിയ തന്നെ ആയിക്കോട്ടെ അല്ലേ ചേട്ടാ? ചേട്ടന് സത്യം പറയും, നിങ്ങൾ ആരാണ്? ഏത് മഠത്തിൽ നിന്നും വരുന്നു? മഠമോ? അത് ഏത് മഠമാണ് സിസ്റ്റർ? പൈങ്ങാമടം. പൈങ്ങാമഠം. അല്ലല്ല, തേങ്ങാമഠം. ചാക്കോയെ കളിപ്പിക്കാൻ നോക്കണ്ട, നടക്കണം മദർസുപ്പീരിന്റെ അടുത്തേക്ക്. അയ്യോ, അത് വേണ്ടേ. കന്യാസ്ത്രീകളുടെ വേഷം ഇട്ട് കുഞ്ഞുങ്ങളെ ചാക്കിട്ട് പിടിക്കാൻ നടക്കുന്ന 2 പിടിക്കാൻ പോലീസിനെ. സാറേ, ആ കേശവനോടെ മുഖത്തോട്ട് നോക്കിയത് നാടൻ കണ്ടില്ല. കേശവല്ലേ, എന്തൊരു കുഴപ്പമായി കാണിച്ചത്. ക്ഷമിക്കണം സാർ, ഒരു പത്മശ്രീ കിട്ടുമെന്ന് വിചാരിച്ച് കുട്ടിയെ കൊണ്ടുവരുന്ന ഒരു ഡിറ്റക്റ്റീവ് മോഡലിലാകാമെന്ന് വിചാരിച്ച് പറ്റിപ്പോയതല്ല. ഇതിങ്ങനെ കലാശിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല. ഈ വിശാലത്തിന് പറ്റി ഇങ്ങനെ സാറേ എന്നെ കൂടെ കുഴപ്പത്തിലാക്കിയത്. കുഞ്ഞിനെ കൊണ്ടുവരുന്ന ഒരു ഡിറ്റക്റ്റീവ് മോഡലിലായിരിക്കണമെന്നും പറഞ്ഞ് ഈ വേഷം ഇടാൻ പറഞ്ഞു. കഷ്ടകാലത്തിന് ഞാനിതങ്ങ് ഇടുകയും ചെയ്തു. കന്യാസ്ത്രീകളും കുട്ടികളും കൂടി തൂത്തുവായിട്ട് ഇടിച്ചു കളഞ്ഞു സാറേ. എനിക്കതല്ല, ഈ കേസുകളുടെ മീശ ഇനി വളർത്തിയെടുത്ത് വരണമെങ്കിൽ എത്ര കൊല്ലാമെന്ന് ഞാൻ. കുട്ടിയെ ഗവൺമെന്റിന് കൊണ്ടുവരാൻ വേണ്ടി ഈ വേഷം കെട്ടേണ്ട വല്ല കാര്യവുമുണ്ടോ? സാറേ, അത്രമാത്രം ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ അയാൾ ഈ വേഷം ഇട്ടോണ്ട് ഇവിടെ നിൽക്കുമോ? ഏതായാലും സാം ഒരു കാര്യം ചെയ്യും, ഗവൺമെന്റിൽ പോയി ജയനെ കൂട്ടിക്കൊണ്ടുവരും. സാർ, എനിക്കിനി എന്ത് ഗതി വരാൻ പോകുന്നു?